സെന്റ് ജോസഫ് കത്തീഡ്രലിൽ സമാപിച്ച പ്രൗഢഗംഭീരമായ ഘോഷയാത്രയോടെ ഹൈദരാബാദ് അതിരൂപത ജൂബിലി ആഘോഷിച്ചു. തെലങ്കാനയുടെ തലസ്ഥാനമായ ഹൈദരാബാദിന്റെ തെരുവുകളിലൂടെ പ്രത്യാശയുടെ പ്രതീകമായ ജൂബിലി കുരിശ് വഹിച്ചുകൊണ്ട് ആയിരക്കണക്കിന് വിശ്വാസികൾ ഘോഷയാത്രയിൽ പങ്കെടുത്തു. ഹൈദരാബാദ് അതിരൂപത അധ്യക്ഷൻ കർദിനാൾ ആന്റണി പൂല അധ്യക്ഷത വഹിച്ചു. ഈ പ്രദേശത്തേക്ക് വിശ്വാസം കൊണ്ടുവന്ന മിഷനറിമാർക്ക് കർദിനാൾ ആദരാഞ്ജലി അർപ്പിച്ചു. 1869 മുതൽ ചാദർഗഡ് പ്രദേശത്തെ ഇപ്പോഴത്തെ വലിയ കത്തോലിക്കാ പള്ളി രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ചത് 3 മിഷനറിമാരാണ്. ഈ നിർമ്മാണത്തിൻ്റെ ദ്വിശതാബ്ദി ആഘോഷിക്കാനുള്ള ഒരവസരം കൂടിയായിരുന്നു ജൂബിലി പരിപാടി. വാസ്തവത്തിൽ പ്രാദേശിക വിശ്വാസി സമൂഹത്തിൻ്റെ വേരുകൾ 1820 മുതലുള്ളതാണ്. നിലവിലെ ഘടനയുടെ നിർമ്മാണം ആരംഭിച്ചത് ചാദർഗട്ടിനടുത്ത് ഫാദർ അന്റോണിയോ ടാഗ്ലിയബ്ലു ഒരു സ്കൂൾ, ഒരു പള്ളി, ഒരു കോൺവെന്റ് എന്നിവ നിർമ്മിക്കുന്നതിനായി ഒരു വലിയ സ്ഥലം വാങ്ങിയതോടെയാണ്. 155 വർഷങ്ങൾക്ക് മുൻപ് 1870 മാർച്ച് 18 സെന്റ് ജോസഫിൻ്റെ തിരുനാളിൻ്റെ തലേന്ന് ഫാദർ പിയട്രോ കപ്രോട്ടി കല്ലിടൽ നടത്തി. 1872 ഫാദർ ലൂയിജി മാൽബർട്ടി ചുമതലയേറ്റ് പ്രധാന കെട്ടിടവും പൂർത്തിയാക്കി. ഇവരെ കൂടാതെ ഹൈദരാബാദിലെ കത്തോലിക്ക സഭയുടെ വളർച്ചയ്ക്ക് സംഭാവന നൽകിയ ബിഷപ്പുമാരെയും വൈദികരെയും സന്യാസിമാരെയും വിശ്വാസികളെയും കർദിനാൾ പൂല അനുസ്മരിച്ചു. തെലുങ്ക് റീജിയണൽ കൗൺസിൽ ഓഫ് ബിഷപ്സിൻ്റെ എല്ലാ ബിഷപ്പുമാരും 300ഓളം പുരോഹിതന്മാരും ആഘോഷത്തിൽ പങ്കെടുത്തു. കത്തീഡ്രലിൽ സമുച്ചയത്തിലെ പുതിയതായി നിർമ്മിച്ച ആരാധനാ ചാപ്പൽ, പാരിഷ് പാസ്റ്ററൽ സെന്റർ, ഉണ്ണീശോ, സെന്റ് ജോസഫ്, വേളാങ്കണ്ണി മാതാവ് എന്നിവർക്കായി സമർപ്പിച്ചിരിക്കുന്ന 3 ഭക്തിനിർഭരമായ സ്ഥലങ്ങൾ എന്നിവ കർദിനാൾ പൂല ആശീർവദിച്ചു.